നമസ്കാരം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ CMRL എന്ന കമ്പനിയുമായി നടത്തിയ ഒരു ഇടപാടുണ്ടായിരുന്നു. വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനിൽ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. മദ്രാശിയിലെ ചെന്നൈയിലെ ഓഫീസിലാണ് വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. അന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ എന്ത് തരത്തിലുള്ള സേവനമാണ് നിങ്ങൾ CMRL നൽകിയത് എന്നുള്ള ചോദ്യത്തിന് വീണ യാതൊരു തരത്തിലും സേവനം ചെയ്തതായി ഒരു മൊഴിയും നൽകിയിട്ടില്ല. ഇത് തന്നെയാണ് CMRL പറഞ്ഞത്. അതായത് ഒരു തരത്തിലും സേവനം ചെയ്യാതെ 1,72,00,000 രൂപ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും വീണ വിജയന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും CMRL നിന്നും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കുമാണ് CMRL എന്ന കമ്പനി അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ CMRLും പറയുന്നു യാതൊരു തരത്തിലുള്ള സേവനവും എക്സാലോജിക് എന്ന കമ്പനി നൽകിയിട്ടില്ല. എക്സാലോജിക്കും പറയുന്നു ഞങ്ങൾ യാതൊരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്ന്. പിന്നീട് ഈ കേസിൽ ED ഇടപെട്ട് അന്വേഷണം നടക്കുമ്പോൾ EDയുടെ മുമ്പിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു. EDയുടെ ചോദ്യം ചെയ്യലിലും വീണ വിജയൻ പറഞ്ഞതാകട്ടെ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനാണ് പണം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക്, അതായത് ഒരു അംഗം മാത്രമുള്ള കമ്പനിയാണ് വീണ വിജയന്റെ, ഒറ്റ മാനേജിംഗ് ഡയറക്ടർ മാത്രമായി, ഒരു ഓണർ മാത്രമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും CMRL എന്ന കമ്പനിയിലേക്ക് നൽകിയിരിക്കുന്ന സേവനം എൻ്റെ ഉപദേശങ്ങളാണ് എന്നാണ് വീണ വിജയൻ പറഞ്ഞത്. എന്ത് തരത്തിലുള്ള ഉപദേശമാണ് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഉപദേശങ്ങളാണ് നൽകിയത് എന്നാണ് പറയുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നാണ് ആ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കരിമണൽ ഖനന കമ്പനിയായ CMRL എന്തിനാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് CMRL പോലുള്ള ഒരു കമ്പനിക്ക് ആവശ്യം വരുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ വീണ വിജയൻ ഉത്തരം നൽകിയില്ല. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മേഖലയിൽ എന്ത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, നേരത്തെ ആർക്കൊക്കെയാണ് ഇത് നടത്തിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യത്തിനും വീണയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. മാത്രമല്ല, നിങ്ങൾ CMRL ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നടന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഇമെയിലുകളിലൂടെ അവർ സംശയം ചോദിക്കുകയോ ആ സംശയ ദൂരീകരണത്തിന് നിങ്ങൾ ഇമെയിൽ അയക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് വീണയോട് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾ തമ്മിൽ ഓൺലൈൻ മീറ്റിംഗ് ആണ് മിക്കവാറും നടന്നിട്ടുള്ളത്, അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്, നേരിട്ടാണ് ഉപദേശം കൊടുത്തിട്ടുള്ളത് എന്നാണ് വീണ വിജയൻ പറഞ്ഞത്. എന്നാൽ EDയുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 99 ഇമെയിൽ CMRLന്റെ അഡ്രസ്സിലേക്ക്, ഇമെയിൽ ID-യിലേക്ക് വീണ വിജയൻ അയച്ചിട്ടുണ്ട് തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന്. അത് തനിക്ക് മാസം മാസം കിട്ടാനുള്ള പണത്തെക്കുറിച്ചുള്ള ബിൽ പോലുള്ള, ഇൻവോയ്സ് പോലുള്ള രീതികളാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് CMRLുമായി എക്സാലോജിക്കിന് ഇമെയിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അത് പണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. 99 ഇമെയിലുകളാണ് വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും CMRLിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെയാണ് വീണ വിജയൻ പെട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ED കോടതിയിൽ പല തെളിവുകളുടെ കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്ന ഇടപാടാണ് എന്ന് പിണറായി വിജയനും പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്ന ഈ ഇടപാടിൽ അവർ GST അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, യാതൊരു തരത്തിലും സേവനം ചെയ്യാതെ CMRL എന്ന കമ്പനി വീണ വിജയന് ഇത്രയധികം പണം കൊടുക്കുമ്പോൾ, അതായത് 1,72,00,000 രൂപ അക്കൗണ്ടിൽ കൊടുത്തു, അല്ലാതെ എൻപവർ ഇന്ത്യ എന്ന് പറയുന്ന CMRLിലെ മറ്റൊരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വീണ വിജയന് കൈക്കടമായി കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2,78,00,000 രൂപയുടെ അടുത്താണ് ഇവർ പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ 1,72,00,000 രൂപയുടെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വീണ വിജയൻ നിഷേധിച്ചാലും CMRL നിഷേധിച്ചാലും തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ED ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതും. ഇത്തരം സാഹചര്യത്തിൽ വീണ വിജയൻ അക്ഷരാർത്ഥത്തിൽ പെടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഇന്നലെ
CMRL ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED നടത്തുന്ന അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നും ഒരു മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന വലിയ വലിയ തലയെടുപ്പുള്ള അഭിഭാഷകരെ ഇറക്കിക്കൊണ്ടാണ് CMRL ഈ കേസിൽ സ്റ്റേ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമീപിച്ചത്. എന്നാൽ CMRL എന്ന കമ്പനിക്ക് എതിരെ ED നടത്തുന്ന അന്വേഷണങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഒരു ഉത്തരവ് മാത്രമാണ് കോടതി ഇട്ടത്. രണ്ടു വിഭാഗത്തിന്റെയും ഇഡിയുടെ അഡീഷണൽ സോളിസിറ്റർ അടക്കമുള്ള ആളുകൾ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ട ഇരുപക്ഷത്തിന്റെയും വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കോടതി വിധി പറയുന്നതിന് മാറ്റിവെച്ചു. എന്നാൽ ഇതിനിടയിൽ CMRL ചെറിയ രീതിയിൽ ഒരു ആശ്വാസം കിട്ടുകയുണ്ടായി. അതായത് അടുത്ത വെള്ളിയാഴ്ച വരെ EDയുടെ നടപടികളുമായി CMRLിലേക്ക് ED ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലില്ല, റെയ്ഡോ ചോദ്യം ചെയ്യലോ ഉണ്ടാകില്ല. എന്നാൽ വീണാ വിജയന് എതിരെയുള്ള നടപടിക്രമങ്ങൾ തുടരാൻ EDക്ക് കോടതി അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും യാതൊരു തരത്തിലും സേവനം നൽകാതെ താൻ CMRL നിന്ന് പണം കൈപ്പറ്റി എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യത്തിലും വീണ സമ്മതിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോഴും വീണ പറഞ്ഞത്. ഒരു സേവനവും നൽകിയിട്ടില്ല, ഞാൻ ചില അഡ്വൈസുകൾ മാത്രമാണ് നൽകിയത്, അവർക്കുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തത്, അതും മുഖതാവിലാണ്, നേരിട്ടാണ് കൊടുത്തത്, പലപ്പോഴും ഓൺലൈനിലും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ തെളിവുകളൊന്നുമില്ല. എന്നാൽ ഇമെയിൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇമെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇമെയിൽ അയച്ചിട്ടില്ല, അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വീണയുടെ എക്സാലോജിക്കിൽ നിന്നും 99 തവണയാണ് ഇമെയിൽ CMRLിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് ED കണ്ടെത്തുകയും അതെല്ലാം പണം ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് കിട്ടാനുള്ള മാസപ്പടി കിട്ടാനുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സന്ദേശങ്ങളായിരുന്നു ഈ ഇമെയിൽ അടങ്ങിയിരുന്നത് എന്ന് പറയുമ്പോൾ ആ ഒറ്റ തെളിവ് മാത്രം മതിയാവും വീണാ വിജയനെ കൊടുക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ ED പറയുന്നത്. അല്ലെങ്കിൽ ആ ഇമെയിൽ സന്ദേശങ്ങൾ വീണയുടെ കൊഴുതു കൊണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി മറിക്കപ്പെടുന്നു എന്നാണ് പറയാൻ കഴിയുക. എന്തായാലും ഈ വിഷയത്തിൽ ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ ED കാത്തിരിക്കുമോ, അതിനുള്ളിൽ വീണയെ ഇനി ചോദ്യം ചെയ്യുമോ, പഴയതുപോലെ വീണാ വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.